ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, കുറച്ച് ഉദ്യോഗസ്ഥർ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കൂടെ നമ്മുടെ വന്ന് വള്ളത്തിലെ വിവിധ യാനങ്ങളിൽ ഈ ഡോക്യുമെൻ്റൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. അത് ഒരു തരത്തിലുള്ള റെഗുലർ ചെക്കപ്പാണ്. ഒരു ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്, വന്നവർ ചെക്ക് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ വള്ളത്തിൻ്റെ പെർമിറ്റ് ഓക്കെ ആണോ, അതിൻ്റെ വാലിഡിറ്റി, പിന്നെ ഈ ലൈസൻസ് ഉണ്ടോ, ഫിഷിങ്ങിന് പോകാനുള്ള ലൈസൻസ് ഉണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു സേഫ്റ്റി മെഷറൊക്കെ അവർ ചെയ്യുന്നുണ്ടോ. കാരണം സാധാരണ ഈ ഒരു കാലഘട്ടം, ഈ ഒരു മഴക്കാലമൊക്കെ വരുമ്പോൾ കടൽ പ്രക്ഷുബ്ധമാകാറുണ്ട്, കടൽ ആക്രമണം ഉണ്ടാകാറുണ്ട്, കടലിൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കാലയളവിൽ ഒത്തിരിയേറെ കടലപകടങ്ങൾ സർവ്വസാധാരണ നടക്കുന്ന ഒരു സമയമാണ്. അപ്പം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അവരുടേതായിട്ടുള്ള ഒരു കർമ്മം, ഒരു ഡ്യൂട്ടി അവർ ചെയ്തു വരികയാണ്. ഇതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങളിൽ വരികയും വന്ന് അവരുടെ ഡോക്യുമെൻ്റൊക്കെ പെർമിറ്റൊക്കെ ചെക്ക് ചെയ്യുന്നു. ഈ ഉടമസ്ഥൻ്റെ യഥാർത്ഥ ഉടമസ്ഥനാണോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ പോകുന്ന ആൾക്കാരുടെ ആധാർ കാർഡ്, എല്ലാ രേഖകളും, അതായത് ഒരു മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ എല്ലാ രേഖകളും കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കാരണം എന്ത് വേണമെങ്കിലും എപ്പോഴെങ്കിലും സംഭവിക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ പെർമിറ്റ് ഇല്ലാതെയോ ലൈസൻസ് ഇല്ലാതെയോ അനധികൃതമായിട്ടുള്ള എൻജിൻ ഉപയോഗിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവർ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പൂന്തറയിലുള്ള 3 വള്ളങ്ങൾ പിടിച്ച അതിൻ്റെ എൻജിൻ. അതായത് നമുക്കറിയാം, ഒരു വള്ളത്തിൽ 2 എൻജിനാണ്. ഈ ഇപ്പോഴത്തെ കടലിൻ്റെ ഒരു സ്ഥിതി അനുസരിച്ച് 2 എൻജിൻ വെച്ചിട്ടാണ് പോകുന്നത്. ഒന്ന് സ്റ്റാൻഡ് ബൈ ആയിട്ടും അല്ലെങ്കിൽ ഈ തിരമാലകൾ വിച്ഛേദിച്ച് പോകാനുള്ള ഒരു സ്പീഡിന് വേണ്ടി 2 എൻജിനാണ് എല്ലാ വള്ളത്തിലും പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 3 വള്ളങ്ങളിൽ നിന്ന് 2 വള്ളങ്ങളുടെ 4 എൻജിന് വിട്ടുകൊടുത്തു. കൃത്യമായ രേഖകൾ കാണിച്ചുകൊണ്ട് വിട്ടുകൊടുത്തു. അല്ലാതെ ഇനി ഒരു വള്ളത്തിൻ്റെ എൻജിന് വിട്ടുകൊടുത്തില്ല. കാരണം അവർ കൃത്യമായ രേഖകൾ കാണിക്കുമ്പോൾ വിട്ടുകൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾ പലർക്കും ഇത് അനുഭവപ്പെടേണ്ടി വരാം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ നമ്മളത് അനുഭവിച്ചേ പറ്റും. അപ്പോൾ അത്തരം എക്സ്പീരിയൻസ് ഉണ്ടാവാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ എൻജിൻ്റെയും യാനങ്ങളുടെയും പെർമിറ്റും ലൈസൻസും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ നമ്മൾ സൂക്ഷിക്കുക. ഉൾക്കടലിൽ ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഉൾക്കടലിൽ കടൽക്ഷോഭം ഉണ്ടാകുന്നുണ്ട്. ഉൾക്കടലിൽ വലിയ തിരമാലകൾ രൂപം കൊള്ളുകയും അങ്ങനെ വള്ളങ്ങൾ മറിഞ്ഞ് മരണം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് പല മത്സ്യത്തൊഴിലാളികളും അത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈഫ് ജാക്കറ്റ് നമ്മൾ കൂടെ കരുതുക. എന്തിനാണ് നമ്മൾ ഈ പിടുത്തം പിടിക്കുന്നത്? ലൈഫ് ജാക്കറ്റ് നമ്മൾ നീന്താൻ അറിയാം, നമ്മൾ വലിയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. എന്നിരുന്നാലും ലൈഫ് ജാക്കറ്റ് പോലെയുള്ള സംഭവങ്ങൾ കരുതുക. അങ്ങനൊരു ആപത്ത് വരികയാണെങ്കിൽ നമ്മൾ ദൈവത്തെ വിളിക്കുമോ. അതോടൊപ്പം തന്നെ ഇത്തരം സേഫ്റ്റി മെഷർ കൂടെ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ ഒരു പക്ഷേ നമ്മുടെ ജീവൻ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓക്കി പോലെയുള്ള മഹാദുരന്തങ്ങളിൽ ആൾക്കാർ 3 ദിവസം കടലിൽ കിടന്നിട്ട് രക്ഷപ്പെട്ടു. അതേ ആൾക്കാർക്ക്, അത് ഈ മരിച്ചുപോയ ആൾക്കാർക്ക് ലൈഫ് ജാക്കറ്റ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി മെഷർ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ ഈ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെയും ഫിഷറീസിൻ്റെയും ഓഫീസർമാർ റെഗുലർ ചെക്കപ്പ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകൾ കൂടെ കരുതുക. പെർമിറ്റ് എടുക്കുക. അതോടൊപ്പം തന്നെ ലൈസൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ലൈസൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എവിടെ പോയാലും നമുക്കത് നമ്മുടെ രേഖകൾ കാണിച്ച് നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ മത്സ്യത്തൊഴിലാളികളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഉദ്യോഗസ്ഥരോട് സഹകരിക്കുക. എന്നാൽ മാത്രമേ വരും കാലങ്ങളിൽ നമുക്ക്, കാരണം ഒരു അന്താരാഷ്ട്ര സീപോർട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒത്തിരിയേറെ നിയമപ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും, എത്ര തന്നെ ആയാലും. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത്, ഡോക്യുമെൻ്റ് ആയാലും സേഫ്റ്റി മെഷർ ആയാലും നമ്മുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ക്ലിയറായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക് യു.